തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സംസ്ഥാന സർക്കാർ 8,80,00,000 രൂപ അനുവദിച്ചതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റി മധുരം വിതരണം ചെയ്തു. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു. ജിജേജ് പുളിക്കൽ, ജിനോയ്, സിമി ജിനോയ്, നിഷ ശ്രീജിത്ത്, വിഷ്ണു നാട്ടിക, സൗമ്യ രൂപേഷ്, രജനി ബാബു, CATU ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റാൻഡ് നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്നും UDF അതിൽ പിന്മാറുന്നു, ബഹിഷ്കരിക്കുന്നു എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവർ പ്രസിഡന്റ് MLA വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ഞങ്ങളോട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാര്യമെന്ന് പരിശോധിച്ചാൽ 5 പഞ്ചായത്ത് മെമ്പർമാർ നിലവിലുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് 5 കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇപ്പോൾ പഞ്ചായത്തിന് കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ലീഗിൻ്റെ ഉൾപ്പെടെ 8 പേരുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ 5 പേര് അതിനെതിരായിട്ട് നിലവിലുള്ള പ്രസിഡന്റ് അടക്കം തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നടപ്പാക്കിയ നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ മാറ്റാനാണ് 5 പേര് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിലവിലുള്ള പഞ്ചായത്ത് ഭരണത്തിനെതിരെ, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെ അവരുടെ പാർട്ടി നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്.